ശിംശയിലേക്ക് തുയരിക്കട്ടെ. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുകയാണ്. ഡെന്നിസ് മീഡിയയുടെ ഒരുപാട് ശുശ്രൂഷകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് വളരെ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിലായിരിക്കുവാൻ ഉള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്രിസ്മസ് നമ്മളെല്ലാവരും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസിന്റെ ആഘോഷങ്ങളൊക്കെ ചിലപ്പം ചില സ്ഥലങ്ങളെല്ലാം അതിര് കടന്നു പോകുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ദിവസങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങൾ അല്ലെങ്കിൽ 1-2 വർഷമൊക്കെ അധികം ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റാനുള്ള പാൻഡമിക് അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്നും വരുന്ന രോഗങ്ങളായിരിക്കാം, മനുഷ്യന് സൃഷ്ടിച്ച രോഗങ്ങളായിരിക്കാം, അതുകൊണ്ടൊരു ആർത്തി കൊണ്ടായിരിക്കാം ഇന്ന് അതിര് കടന്നു പോകുന്നു ക്രിസ്മസ് ആഘോഷങ്ങൾ. നമ്മുടെ പള്ളികളിലും ആ പള്ളിയുടെ ചുറ്റുമൊക്കെ ക്രിസ്മസ് ആഘോഷങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ഇന്ന് വ്യത്യസ്ത സംഘടനകൾ അവർ സിനിമ പാട്ട് പാടിക്കൊണ്ടൊക്കെ ആർത്ത് അട്ടഹസിച്ച് കാരണം ക്രിസ്തുവിനെ വരവേറ്റുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നോമ്പ് കാലഘട്ടത്തിൽ ഇതൊന്നും പാടില്ല എന്ന് പറയുമ്പം ഇതിന് കൂടുതൽ ക്രിസ്മസ് കരോളിന്റെ പേരും പറഞ്ഞുകൊണ്ട് മറിഞ്ഞ് ഇരുന്ന് ഇന്ന് വളരെ എന്താ പറയാ, മറ്റ് മതക്കാർക്ക് വരെ ഉതുപ്പ് വരുന്ന തരത്തിലുള്ള ഇന്ന് പ്രഭാതത്തില് ഞാനൊരു മതക്കാരൻ പറയുന്നത് ഞാൻ കേട്ടു. എന്താ പറയാ, നിങ്ങൾ ഈ ക്രിസ്ത്യാനികള് ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ ആഘോഷിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് പറഞ്ഞ്. ഞാൻ ഇപ്പം ഞങ്ങളുടെ മുന്നിലായിരിക്കുന്നത് അതൊന്നുമല്ല. അതൊരു ഭാഗം കെടുക്കുന്നു, വേദനയുടെ വേറെ വശം കെടുക്കുന്നു. മറ്റൊരു ഭാഗമാണ് നമ്മൾ ഈ ഇന്നലെയൊക്കെ നമ്മൾ കണ്ട, ഞാൻ സ്ഥലപ്പേരൊന്നും പറയില്ല, ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ സ്ഥലത്തെ കുറിച്ച് ഊഹിക്കാന്നുള്ളൂ. വിശുദ്ധ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിഭാഗങ്ങള്, അത് വലതായാലും ഇടതായാലും എന്തായാലും കുഴപ്പമില്ല. ഇവിടെ വിശുദ്ധ ബലിയാണ് ഒരു കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട കാതലായ ഒരു ഭാഗം. ഈ കാതലായ വിശുദ്ധ കുർബാനയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇന്നലെ നടന്നുള്ള പേക്കുത്തുകള്, ലോക മനസാക്ഷിയെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള പേക്കുത്തുകളല്ലേ നമ്മളെല്ലാവരും ഇന്നലെ കണ്ടത്. വിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന, വിശുദ്ധ കുർബാനയെ മാറിക്കൊണ്ടിരിക്കുന്ന നമുക്കൊക്കെ ഇത് കാണുമ്പോൾ ഉണ്ടാവുന്ന ചങ്കിലെ വേദന നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഈ വിശുദ്ധ കുർബാനയുടെ പേരും പറഞ്ഞുകൊണ്ട് മാസങ്ങളായി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ വലതും ഇടതും ചേർന്നുകൊണ്ട് സംഘർഷം പള്ളിക്ക് പുറത്തും പല സ്ഥലങ്ങളിലും മീഡിയയിലും ഒക്കെ കാണുമ്പോൾ ഇന്ന് ദയനീയമായ ഒരു ഭാഗം നമ്മൾ കാണുന്നത്, ആ വിശുദ്ധ പള്ളിയിലെ വിശുദ്ധ കുർബാന നടക്കെ ഇന്ന് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയിറങ്ങിക്കൊണ്ട് അസഭ്യ വാക്കുകൾ ഉച്ചരിച്ചുകൊണ്ട് പിശാചാണെന്നും അല്ലെങ്കിൽ നീയൊന്നും നന്നാവുന്നില്ലെന്നും പിതാക്കന്മാരെയും കർദിനാൾമാരെയും വൈദികരെയും ആത്മാവിനെ പരസ്പരം പേരുകൾ വിളിച്ച് അതും പോലീസുകാരും നാട്ടുകാരും ഒക്കെ കാണുക, അല്ലെങ്കിൽ പത്രക്കാരൊക്കെ ക്യാമറ പിടിച്ച് നിൽക്കുമ്പോൾ ലൈവായി കൊണ്ട് ഇന്ന് യേശു ക്രിസ്തുവിനെ മുറിച്ച് പീസാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു ഭാഗം നമ്മൾ ഇന്നലെ കണ്ടത്. എന്റെ ദൈവമകളെ, ഇത് കർത്താവ് ക്ഷമിക്കുമെന്ന് ചോദിച്ചു, എനിക്കറിയില്ല കർത്താവ് ക്ഷമിക്കോ ഇല്ലെന്ന്. പക്ഷെ വിശ്വാസി എന്നുള്ളത് എൻ്റെ ഉള്ളില് ഇന്നലെ രാത്രി ഉറങ്ങാൻ സാധിച്ചില്ല. ഭാഗം കണ്ടുകൊണ്ട് ഉറങ്ങാൻ സാധിച്ചില്ല. പ്രഭാതക്കത്തിലായിരുന്നു, കരയായിരുന്നു. എന്നറിയോ, എന്റെ ഈശോയെ 2000 വർഷങ്ങൾക്ക് മുമ്പ് ആ യഹൂദരെ ആകാശത്തിനും ഭൂമിക്കും മധ്യ കുരിശിൽ തറച്ച് 3 ആണികൾ തറക്കപ്പെട്ട് കൊന്നെങ്കിൽ, എബ്രായർക്കെതി ലേഖനം 6:4 ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തുവിനെ അറിഞ്ഞതിന് ശേഷം സ്വമനസ്സ അവരെ വീണ്ടും കുരിശിൽ തറച്ചു കൊല്ലുന്നു. എബ്രായർക്കെതി ലേഖനത്തിന് 6:4 പറയാ, യേശു ക്രിസ്തുവിനെ എല്ലാം അറിഞ്ഞതിന് ശേഷം സ്വമനസ്സ അറിഞ്ഞുകൊണ്ട് വീണ്ടും കുരിശിൽ തറച്ചു കൊല്ലുന്നു. നമ്മൾ ഈ കാലഘട്ടത്തിലെ ശാപം, ബന്ധനം എന്നൊക്കെ പറഞ്ഞ് ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കുടുംബത്തിൽ ശാപമാണ്, എൻ്റെ നാട്ടില് ശാപമാണ്, ബന്ധനാണ്. ബന്ധനം അടിക്കുന്ന അച്ഛൻ എവിടെയാ, ബന്ധനം അടിക്കുന്ന ബ്രദർ എവിടെയാ എന്ന് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവമക്കളെ, നമുക്കായി തന്ന ആ പുൽത്തൊട്ടിൽ പിറന്ന യേശുവിനെ, ആ യേശു തൻ്റെ ജീവിതത്തില് 33 വർഷ ജീവിതത്തില് തൻ്റെ ശരീരം കീറി മുറിച്ച് നമുക്കായി തന്ന യേശു, അതെ, ആ യേശുവിന്റെ സ്നേഹം എന്നും നിലനിൽക്കാനായി വിശുദ്ധ കുർബാനയായി മാറിയ അത്ഭുത രഹസ്യത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏതോ വൻ ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ പറയുന്നത്.
നമ്മള് ഏറ്റവും കൂടുതൽ മെട്രോപൊളിറ്റൻ സിറ്റികളില് ബ്ലാക്ക് മാസ് ഉയർന്നപ്പോൾ നമ്മൾ ചിന്തിച്ചു അത് അവർ ബ്ലാക്ക് മാസ് നടത്തല്ലേ എന്ന്, അല്ലെങ്കിൽ സാത്താൻ വർഷിപ്പ് ആരാധനയല്ലേ, സാത്താൻ കുർബാനയല്ലേ എന്ന്. ഇതിനൊക്കെ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിറ്റികളൊക്കെ സാത്താൻ വർഷിപ്പ് കുർബാന നടക്കുമ്പോൾ അതിനേക്കാൾ നാശമായി കൊണ്ടിരിക്കുന്ന വിശുദ്ധ കുർബാന, നമ്മുടെ ലൈവായിട്ടുള്ള കുർബാനയെ തകർക്കുന്ന ആ ഒരു ശക്തി നമ്മുടെ സഭയെ തന്നെ തകർത്തുകൊണ്ടിരിക്കുന്ന ദൈവമാണ്. ഇത് പല തീവ്രവാദി ഗ്രൂപ്പുകളായിരിക്കാം, അല്ലെങ്കിൽ പല സ്ഥലത്തും പൈസ കൊടുക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ ബ്ലാക്ക് മാസ് ഗ്രൂപ്പുകളായിരിക്കാം. ആരാവട്ടെ, കള്ളൻ കപ്പലിൽ തന്നെയാണത്. ഈ കള്ളൽ കപ്പലാണ് വിശ്വാസികളെ തമ്മിൽ അടിച്ച് വിശുദ്ധ കുർബാനയെ ലോകം മുഴുവൻ മാധ്യമങ്ങളിലൂടെ വിശുദ്ധ കുർബാന ഒന്നുമല്ല, ഇതൊക്കെ ഒരു നാടകീയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ കൊട്ടിയാഘോഷിക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് മെനഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ ദൈവമക്കളെ. ഈ കാലഘട്ടത്തിൽ തിരിച്ചറിയണം, പിശാചിന്റെ തന്ത്രങ്ങൾ തിരിച്ചറിയണം. തിരിച്ചു വന്ന് ഞങ്ങൾക്ക് ഏറ്റ മുറിവുകള്, സാധാരണക്കാരെ വിശ്വാസികൾക്ക് ഏറ്റ മുറിവുകള്, ഈ മുറിവുകളൊന്ന് ഉണക്കി തരണം നിങ്ങള്. എന്റെ ദൈവമക്കളെ, ഈ സമയം ലോകം മുഴുവൻ ഇത് കണ്ട് ആനന്ദിക്കുകയല്ല വേണ്ടത്. ലോകം മുഴുവൻ മുട്ടുമേൽ നിന്ന് കരുണക്കൊന്തയും കൊന്തകളും വിശുദ്ധ ബലിയിലും അർപ്പിച്ചുകൊണ്ട് സാത്താൻ എഫെസസ് 6:10 പറയുന്ന പ്രഭുത്വങ്ങളും ആധിപത്യങ്ങളും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാരും സ്വർഗീയതകളും വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കളെ പടവെട്ടാനുള്ള ആയുധമായി മാറണം. നമ്മളത് ഈ ക്രിസ്മസ് തിന്നും കുടിച്ചും ആനന്ദിച്ചും കരോളൊക്കെ മാറി ഇന്ന് പള്ളിയുടെ ചുറ്റും നൃത്തമാടിക്കൊണ്ട് ആനന്ദിച്ചുകൊണ്ട് സിനിമ നൃത്തമാടിക്കൊണ്ട് ഇതൊക്കെ നമ്മുടെ നിങ്ങൾക്ക് ഔട്ട് ഓഫ് ഫാഷനാ. ഇതൊന്നും യാതൊരു കുഴപ്പമില്ലേ. ഇങ്ങനെ കുഴപ്പമില്ലാതെ കേറി ഇന്ന് പള്ളിക്ക് അകത്തായി. നമ്മൾ യൂറോപ്പും അമേരിക്കയൊക്കെ പറഞ്ഞത് അത് ബാറുകളായി മാറുന്നു, ഹോട്ടലുകളായി മാറുന്നു. കണ്ടോ മക്കളെ, ഇതൊരു പ്രവചനം പോലെ നമ്മൾ ശ്രദ്ധിച്ചോ. ഈ ദേവാലയങ്ങളെല്ലാം, ഈ കൊച്ചു കേരളത്തിലെ ദേവാലയങ്ങളെല്ലാം ഇനി ബാറുകളും ഹോട്ടലുകളായി മാറാൻ ഇനി അതിവിദൂരമല്ല. മക്കളെ, തിരിച്ചു വാ. ധൂർത്തപത്രം തിരിച്ചു വന്ന പോലെ തിരിച്ചു വാ. ഇനി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ഇനി വലിച്ചു കീറല്ലേ. ദയവ് ചെയ്തുകൊണ്ട് പറയുക, നിർത്ത. തിരിച്ചു വാ.